സർ, പാർട്ടി പ്രവർത്തനം നടത്താൻ പണമില്ലാത്തതുകൊണ്ടാണ് CPM വീണ്ടും ബക്കറ്റ് പിരിവിലേക്ക് മാറുന്നെന്ന് പറയുന്നു. അത് പക്ഷേ ഈ രസീത് ഇല്ലാത്ത പിരിവാണ്. ഇത് കീഴ്ഘടകങ്ങളൊക്കെ ഇതിനെ ചോദ്യം ചെയ്യുന്നെന്ന് പറയുന്നു. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടാണ് പിരിവ് എടുക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് സാർ ഇതിന്റെ കൂടുതൽ വസ്തുത? CPM അങ്ങനെ പണമില്ലാത്ത പ്രശ്നമൊന്നുമല്ല. CPM പാപ്പരായ ഒരു പാർട്ടി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്കിനിയിപ്പം അവരെപ്പോഴും ഒരു കരുതലുള്ളവരാണ്. ഭരണമില്ലാത്ത നാളുകൾ ഉണ്ടാകും എന്നവർക്ക് കൃത്യമായിട്ടറിയാം. ഇപ്പോൾ 2021 തുടർ ഭരണം വന്നു. അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, അപ്രതീക്ഷിതമായ ഉണ്ടായതാണ്. കാരണം പല ദുരന്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് പിണറായിക്ക് അനുകൂലമായിട്ട് മാറി. പ്രളയം, കോവിഡ്, ഇതൊക്കെ അനുകൂലമായിട്ട് മാറി. അങ്ങനെ അധികാരത്തിലേക്ക് വന്നവരാണ്. ഇല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് LDF, UDF, UDF, LDF ഈ ഒരു തരത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ CPM എപ്പോഴും അറിയാം അടുത്ത 5 കൊല്ലം ഭരണമില്ല. ഇനി അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 2031 അധികാരത്തിലേക്ക് വരാമെന്ന്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കുക, അതായിരിക്കും നല്ലത്. അത് നടക്കാൻ പോകുന്നില്ല. പക്ഷേ മുൻകാലങ്ങളിൽ അവർക്ക് എപ്പോഴും ഒരു കരുതലുണ്ടായിരുന്നു. അങ്ങനെ കരുതലുള്ള ഒരു പാർട്ടി CPM ഉള്ളൂ. അവർക്ക് ഞാൻ ചോദിച്ചോട്ടെ, ആസ്തി നോക്കിക്ക് എന്തുമാത്രമാണ്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ദേശാഭിമാനിക്ക് പത്രത്തിന് അവരുടെ യൂണിറ്റ് ഉണ്ട്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഉണ്ടെന്നുള്ളതാണ്. മറ്റ് കേരളത്തിലെ വൻകിട പത്രങ്ങളോടൊപ്പം തന്നെ നിൽക്കുകയാണ്. ദേശാഭിമാനി ആര് വായിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അത് വേറെ കാര്യം. പാർട്ടി സഖാക്കന്മാരുടെ എല്ലാം വീടുകളുടെ ഉമ്മറത്തത് കിടപ്പുണ്ട്, ചോറ് പൊതിയാൻ കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പോലും നമ്മൾ നോക്കണം. വേറെ ഏത് പാർട്ടിക്കുണ്ട് ഇതുപോലെ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസ്? ഒരു LC സെക്രട്ടറി മുതൽ അങ്ങോട്ട് സഞ്ചരിക്കുന്നത് ഇന്നോവ കാറിലുമാണ്. തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ AKG സെന്റർ തന്നെ 2 എണ്ണമാണ്. വിളപ്പിശാലയിലെ EMS അക്കാഡമിയാണ് ഉള്ളത്. AKG സെന്ററിന്റെ തൊട്ട് താഴെ തന്നെ ചിന്ത പബ്ലിക്കേഷൻസ് ഇങ്ങനെ പോവുകയാണ്. ചിന്തയ്ക്ക് ഒരു ബുക്ക് സ്റ്റാള് തിരുവനന്തപുരത്ത് MG റോഡില്. അപ്പൊ ഇങ്ങനെ ഇത് തിരുവനന്തപുരത്തെ കാര്യം. അതുപോലെ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, അതൊക്കെ ഗംഭീരമായിട്ടല്ലേ, എത്ര ആസ്തിയുള്ള ഒരു പാർട്ടിയാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അത്രത്തോളം ആസ്തിയുള്ള ഒരു പാർട്ടി, അതുപോലെ തന്നെ ഫണ്ട് ഉണ്ടെന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ ബക്കറ്റ് പിരിവെന്ന് പറഞ്ഞാല്, നമുക്ക് ഈ എത്ര ആസ്തി ഉണ്ടെങ്കിലും നിത്യച്ചെലവുകൾ ഉണ്ടല്ലോ, അത് നടന്നു പോകണമല്ലോ. ഇവരുടെ നിത്യച്ചെലവ് എന്ന് പറഞ്ഞാല് ഈ കട്ടൻ ചായ കുടിക്കുകയും പരിപ്പോട കഴിക്കുകയും വൈകിട്ട് കഞ്ഞി കുടിക്കുകയും എന്നുള്ളതല്ല അർത്ഥം. അറുമാദിക്കാനുള്ള പൈസ ഉണ്ടാക്കണം, അതാണ്. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, കുറഞ്ഞതൊരു ഇന്നോവ കാറിലാണ് സഞ്ചരിക്കുന്നത്. നന്നായിട്ട് അറുമാദിച്ചു പോകണം. ഇനിയിപ്പോൾ ഏതെങ്കിലും രക്തസാക്ഷിയെ കിട്ടുമോ എന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. രക്തസാക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു പിരിവ് നടത്താം. ആ പിരിവ് നടത്തുന്നത് രക്തസാക്ഷിയുടെ കുടുംബത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്മാരകത്തിനോ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ആളാണ് V കുഞ്ഞികൃഷ്ണൻ. UDFന്റെ സഹായത്തോടുകൂടി MLA ആയി മാറി. അദ്ദേഹം രക്തസാക്ഷി ഫണ്ടിനെയാണ് ചോദ്യം ചെയ്തത്. അതിനകത്ത് വൻ കൃത്രിമം നടന്നു, അത് തട്ടിപ്പാണ് എന്ന് വ്യക്തമാക്കിയിട്ട് പോലും ഈ പിരിച്ച ഫണ്ടിനെ പറ്റി പോലും കൃത്യമായിട്ട് കണക്ക് വ്യക്തമാക്കാനായിട്ട് ഇവർ തയ്യാറായില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പേരിലാണല്ലോ അദ്ദേഹം പുറത്തു വന്നത്. അദ്ദേഹം എന്താണ് അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തില്ലേ, UDF സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ CPM വലിയ തിരിച്ചടിയല്ലേ ഉണ്ടായത്. ഈ 3 പേരല്ലേ ഇത്തരത്തിൽ UDFന്റെ പിൻബലത്തോടു കൂടി കയറി വന്നത്. അതുകൂടാതെ 2021 KK രമയും വന്നില്ലേ. അപ്പോൾ ഇവരുടെ ഈ താന്തോന്നിത്തരമുണ്ടല്ലോ ഇപ്പോഴും ഇവർക്ക് ഈ ബക്കറ്റ് പിരിവിനകത്ത്, കാരണം അത് റെസിറ്റ് ഇല്ല, ഇവർക്ക് തോന്നിയപാട് എന്തും ചെയ്യാം. ഇതിനകത്ത് എന്തെന്ന് പറഞ്ഞാന്നുണ്ടല്ലോ യാതൊരു ഉളുപ്പുമില്ലെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
തെണ്ടുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി തെണ്ടിത്തരം കാണിക്കുന്ന തെണ്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ബക്കറ്റും എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. നമ്മൾ ഈ ചിലർ ഭിക്ഷ യാചിച്ചു വരുമ്പോഴേ നമ്മൾ അവനെ ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കും. എന്തെങ്കിലും അംഗവൈകല്യം അവന് സംഭവിച്ചിട്ടുണ്ടോ, കാഴ്ച ഉണ്ടോ എന്നൊക്കെ നോക്കും. ഒരു കുറവുമില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ അങ്ങ് കൊടുത്തിട്ട് നമ്മൾ പറയുന്നത് എന്താ, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒത്ത ശരീരമാണല്ലോ, എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അത് ഉറക്കെ പറഞ്ഞില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് പറയത്തില്ലേ? പണിയെടുത്ത് ജീവിക്കാനുള്ളവനൊക്കെ ഈ പാത്രവുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ട്രെയിനിനകത്തും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ അത് കുറച്ച് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. യാതൊരു ഉളുപ്പുമില്ലാതെ പിരിച്ചു നടക്കുന്ന കണ്ടിട്ടില്ലേ? ഇത് അത്തരത്തിലുള്ളവന്മാരായിരുന്നു ഈ ഗോവിന്ദച്ചാമിയൊക്കെ എന്ന് പറയുന്നത്. ഗോവിന്ദച്ചാമി ഉണ്ടാക്കിയെടുത്തത് വലിയ എമൗണ്ട് തന്നെയല്ലേ. അപ്പൊ ഇതുപോലെ യാതൊരു ഉളുപ്പുമില്ലാതെ പാത്രം നീട്ടി നിൽക്കുക, അതിന് ബക്കറ്റ് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ തെണ്ടികൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. പാർട്ടി പ്രവർത്തനത്തിന് പണമില്ല. എന്ത് പാർട്ടി പ്രവർത്തനം അവരിവിടെ നടത്തുന്നത്? എന്ത് പ്രവർത്തനം നടത്തുന്നു? ഇവർക്ക് തിന്നുകൊഴുത്ത് നടക്കുന്നതിനോ, ഇവർക്ക് രാജ്യത്തെമ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും, അതോ MA ബേബിക്ക് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും, അല്ലെങ്കിൽ AKG സെന്ററിന്റെ കറണ്ട് ചാർജ് അടയ്ക്കുവാനുമാണോ ഈ പാവം പിടിച്ച ആൾക്കാരുടെ പിച്ചച്ചട്ടി കൈയിടാൻ വേണ്ടിയിട്ട് വരുന്നത്? ഇവരെ ഈ ക്ഷേമ പെൻഷനിൽ പോലും കൈയിട്ട് വാരിയിട്ടുള്ളവരല്ലേ ഈ CPM എന്ന് പറയുന്നത്? മറിയക്കുട്ടി എന്തുകൊണ്ടാണ് പിച്ചച്ചട്ടി എടുത്തത്? അത് ഉടനെ അവർക്കിത് വലിയ ക്ഷീണമായില്ലേ CPM-ന്? ഉടനെ അവർക്കെതിരെ ദേശാഭിമാനിയിൽ എന്തെല്ലാമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇവർക്ക് കൊള്ളുന്ന കാര്യങ്ങൾ വരുമ്പോഴേക്ക് അങ്ങ് ഇവരാകെ കൂടെ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കുക, തോറ്റു തുന്നമ്പാടി CPM എന്ന് പറയുന്ന പാർട്ടിയെ ജനങ്ങൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനോ അടക്കമുള്ളവര് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇത്തരത്തില്, അതാണ് ഞാൻ പറഞ്ഞത്, യാതൊരു ഉളുപ്പുമില്ലയോ എന്ന്. ഒന്നാമത് ഇപ്പൊ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായി, വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി, ഓണസമയത്തേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിലാണ് ബക്കറ്റുമായിട്ട് ഇറങ്ങുന്നത്. വേണ്ട തരത്തിൽ സപ്ലൈകോയിൽ പോലും സാധനങ്ങൾ എത്തിക്കാതെ ഇരുന്നവരാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് അവസാന കാലഘട്ടത്തിൽ വന്നപ്പോൾ. പിന്നെ ക്ഷേമ പെൻഷനുകളിലെല്ലാം തന്നെ താമസം വരുത്തി. ഇതൊക്കെ ഇവർ മാറ്റിമറിക്കുകയായിരുന്നു എന്നുള്ളത് കൃത്യമല്ലേ? അപ്പോൾ എന്നിട്ട് ഇവരിപ്പോൾ ബക്കറ്റ് പിരിവിന് ഇറങ്ങിയിരിക്കുന്നത് എന്തടിസ്ഥാനത്തിൽ? കാരണം ഇവർക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും ഒക്കെ തന്നെ ഇവരൊരു മാസ ശമ്പളം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊടുക്കണം. നിത്യച്ചെലവിനുള്ള വക കണ്ടെത്തുക എന്നുള്ളതാണ്. പാർട്ടിക്ക് എപ്പോഴും കോടിക്കണക്കിന് ഡിപ്പോസിറ്റ് ഉണ്ട്, അല്ലാതെ ആസ്തി, അതിന്റെ ഒരു മുതലുമുണ്ട്. ഇത് നിത്യച്ചെലവിന് വേണ്ടി ഇതിങ്ങനെ നീട്ടുന്നതിന് എന്താ കുഴപ്പം? ബക്കറ്റ് അങ്ങോട്ട് നീട്ടുക. നമ്മളെന്താ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത്? പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളുടെ നരേന്ദ്രമോദിക്കെതിരെ പോരാടാനായിട്ടാണ്, അതോ AR റഹീമിനെ തീറ്റിപ്പോറ്റാനാണോ, ജോൺ ബ്രിട്ടാസിനെ തീറ്റിപ്പോറ്റാനാണോ? അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഒന്നാം തരം തട്ടിപ്പ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇനിയും ബക്കറ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ജനം കുറ്റിച്ചൂലെടുക്കും. അത് ചാണകത്തിൽ മുക്കിക്കൊണ്ട് ഇവരുടെ നേരെ ആഞ്ഞടിക്കുകയും ചെയ്യും. അന്ന് ഇവർ ഈ വീടുകൾ കയറി ഇറങ്ങി വിശദീകരണം നടത്താൻ പോയില്ലേ തെരഞ്ഞെടുപ്പിന് മുമ്പ്, കാര്യങ്ങൾ വിശദീകരിക്കാൻ. അന്നും അവർക്ക് തിരിച്ചടി കിട്ടി. ഉളുപ്പില്ലാതെ CPIയും കൂടെ പോയി. എന്നിട്ട് ഇപ്പൊ CPM-നെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് യാതൊരു ഗതിയുമില്ലാതെ പോകുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ ഈ CPM ബക്കറ്റ് പിരിവെടുക്കുകയാണെങ്കിൽ CPI പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ബസ് സ്റ്റാൻഡിൽ തുണി വിരിച്ചിരിക്കേണ്ട ഗതികേട് ബിനോയ് വിശ്വത്തിന് വരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഈ ബക്കറ്റ് പിരിവ് CPM-നെ വീണ്ടും നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. ഇതില്ലാതാകാൻ പോകുന്നതിന്റെ സൂചനയുമാണ് നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.